ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടൂർണമെൻറ്റ് സീസണൊക്കെ ഏകദേശം ആവാറായി വരികയാണ്. അപ്പോൾ ഈ വർഷത്തെ ടൂർണമെൻറ്റ് പറപ്പിക്കാനായിട്ട് ഒരുപാട് പേര് ചിക്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ ടൂർണമെൻറ്റിന് പുതിയതായിട്ട് പുതിയ പേരിൻ്റെ ചിക്കുകളൊക്കെ എടുത്ത ഒരുപാട് പേരുണ്ടാവും. അത് ഓരോന്ന് പുതിയതായിരിക്കും, നേരത്തെ പറപ്പിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ സെറ്റ് ഇട്ട് അതിൻ്റെ കുട്ടികളായിരിക്കാം. അപ്പോൾ ആ കുട്ടികളെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്ത് കറക്റ്റായിട്ട് ലോഫ്റ്റിൽ ഇറക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓരോ പേരിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും കുട്ടികൾ ഇറങ്ങാറ്. ചില പേരിൻ്റെ കുട്ടികൾ കറക്റ്റായിട്ട് ഭയങ്കര ചെറുപ്പമായിരിക്കും, അതായത് നമ്മുടെ ലോഫ്റ്റിൽ കയറിയാൽ തന്നെ അത് ഭയങ്കര ഒരു ഇതായിരിക്കും, ഭയങ്കര ചെറുപ്പമായിരിക്കും. ചിലത് നോർമലി കുഴപ്പമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് കാണാറ്. അങ്ങനെ ഓരോ പേരിൻ്റെ ഓരോ പല വിധത്തിലായിരിക്കും ഓരോ പേരിൻ്റെയും ചിക്കുകൾ ഇറങ്ങാറ്. അപ്പോൾ അത്തരത്തിൽ ഈ ലോഫ്റ്റിലോട്ട് കയറുമ്പോൾ നമ്മളെ കണ്ട് തന്നെ പ്രാവുകൾ ഭയങ്കരമായിട്ട് പേടിച്ച് വിരളുന്ന പ്രാവുകളെ എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം, നോർമലി അല്ലാത്ത പ്രാവുകളെ എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരണം എന്നുള്ളതിന് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ട്രെയിനിങ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ അറിയാത്തവർ ഈ വീഡിയോ കണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് നമ്മളിപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2 ചിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, പ്രാവിന് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, ആ ഒരു ട്രെയിനിങ് എപ്പോൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് പ്രാവ് മൈൻഡിലോട്ട് ഫീഡ് ചെയ്യുന്നത് 8 to 9 ദിവസമാണ്. 1 മുതൽ 9 ദിവസം വരെ പ്രാവിന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 9 ദിവസം മുതൽ ആ പ്രാവിൻ്റെ മൈൻഡിൽ ഇരുന്ന് അത് മാറില്ല, ഫീഡായിരിക്കും. കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്ത് അങ്ങനെ ആയിരിക്കും പിന്നീട് നമ്മൾ കൊടുക്കുന്ന ആ ട്രെയിനിങ്ങിന് പ്രാവ് തിരിച്ച് നമ്മളടുത്ത് പ്രതികരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, 2 ചിക്ക് നമ്മൾ ഹവായിക്കുള്ളിലിട്ട് ഓരോരുത്തർക്ക് ചിലപ്പോൾ സ്റ്റാൻഡായിരിക്കും, ചിലപ്പോൾ ചത്തിരി ആയിരിക്കും, ചിലപ്പോൾ സ്റ്റാൻഡിലായിരിക്കും, ചിലപ്പോൾ വലിയ ഹവായിക്കൂട് ലോഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ലൊക്കേഷൻ കാണത്തക്ക ലെവലിലൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂടുകളായിരിക്കും. ഓരോരുത്തർ പല രീതിക്കും പല തരത്തിലുള്ള ഓരോരുത്തരുടെ ലോഫ്റ്റിന് അനുയോജ്യമായ രീതിക്കൊക്കെ ഓരോരുത്തർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം ഈ 2 കുഞ്ഞുങ്ങളെ ലോഫ്റ്റുമായിട്ട് കാണത്തക്ക ലെവലിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഹവായി കൂടിനകത്ത് ഇട്ടതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇന്നിപ്പം 1 മണിക്കൂർ, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആദ്യം ഇടുക, പിന്നെ വെയിൽ കൊടുത്ത് ഒന്നരാടം വെയിൽ കൊടുത്ത് ഈ 9 ദിവസവും ഓരോ ദിവസം ഓരോ മണിക്കൂർ കൂടുതലായിട്ട് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വെയിൽ കൊള്ളിക്കാൻ ഹവായി കൂട്ടിൽ ഇടുന്ന ചിക്സ് ഇനി ഒരു 3 കല്ലിയൊക്കെ ആയ ചിക്സ് ആയിരിക്കണം. തീരെ പറവ ഉള്ളതായിരുന്നാലും പറക്കും എന്ന് കരുതി തീരെ 1 കല്ലി 2 കല്ലി ചിക്സിനെയൊക്കെ മാക്സിമം ഒഴിവാക്കുക, അങ്ങനെ വെയിലത്തിടാതിരിക്കുക. അപ്പോൾ ബോഡി നല്ല വീക്കായി പോകും പ്രാവുകൾക്ക്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, 3 കല്ലിയായ പ്രാവുകളെ കറക്റ്റായിട്ട് ഹവായി കൂടിലിട്ട് ഈ ഓരോ മണിക്കൂറായിട്ട് ഇന്നിപ്പോൾ 2 മണിക്കൂർ ആദ്യത്തെ ദിവസം ഇടാം. അത് രാവിലത്തെ വെയിലായിരിക്കണം മാക്സിമം കൊള്ളിക്കേണ്ടത്. നട്ട് ഉച്ചയ്ക്കൊന്നും എടുത്ത് ഇട്ടുകളയരുത്. രാവിലത്തെ വെയിൽ ഒരു 8 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ 9 മണി 8 മണി ആ ഒരു ടൈം രാവിലെ നമ്മൾ ഹവായി കൂട്ടിൽ പ്രാവനായിട്ട് ഈ തിരിച്ചെടുക്കുന്ന സമയത്ത് 2 വെട്ടുപ്രാക്കളെ ഈ നെറ്റിംഗ് കൂടിൻ്റെ ഫ്രണ്ടിൽ താഴ്ത്ത് വിടുക, വെറുതെ അങ്ങ് വിടുക. എന്നിട്ട് മാത്രം ഈ ആദ്യം മുതലേ, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ആ 1 മണിക്കൂറായിരുന്നാലും ആ 2 വെട്ടുപ്രാക്കളെ വെറുതെ അങ്ങോട്ട് ഇട്ടിട്ട് ഈ 2 കുഞ്ഞുങ്ങളെയും നമ്മൾ പറപ്പിക്കാനായിട്ട് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 കുഞ്ഞുങ്ങളെയും അതിന് ശേഷം 8 പ്രാക്കളെ ഇട്ടതിന് ശേഷം മാത്രം ആ ഹവായി കൂടിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റിംഗ് കൂടിൽ നിന്ന് എടുത്ത് നേരെ കൂട്ടിലോട്ട് കൊണ്ടുവരണം. അടുത്ത് ഇന്നിപ്പോൾ വെയിൽ കൊടുത്തു, 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു. വീണ്ടും അതുപോലെ ഇടുന്നതിന് മുന്നേ ഒരു 20 ml വെള്ളം പ്രാവിന്
കൊടുത്തിരിക്കണം. വൈകുന്നേരം തന്നെ ഫുഡ് കൊടുത്തു. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഫുഡ് കൊടുത്തു, ഇന്ന് രാവിലെ ഫുഡ് കൊടുക്കണ്ട, വെറും വെള്ളം മാത്രം കൊടുക്കുക. വെയിലത്തിടുന്ന പ്രാവുകൾക്ക് എപ്പോഴും വെള്ളം കൊടുത്തേ വെയിൽ കൊള്ളിക്കാവും, അല്ലാതെ കൊണ്ട് ഹവായി കൂട്ടിൽ ഇടരുത്. അപ്പോൾ ആ പ്രാവിനെ ഒരു ദിവസം കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം നനച്ച് ഇതേപോലെ ഹവായി കൂട്ടിലിടുക. അങ്ങനെ ഒന്നരടം, അതായത് ഓരോ ദിവസം ഇടവിട്ട് നനച്ച് ഓരോ മണിക്കൂർ കൂട്ടി 9 ദിവസം നമ്മൾ മാക്സിമം 9 ദിവസം 8-9 ദിവസം ഹവായി കൂട്ടിൽ ഇടുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഈ ഹവായി കൂട്ടിൽ നിന്ന് പ്രാവുകളെ തിരിച്ചെടുക്കുന്നതിന് മുന്നേ 2 വെട്ടുപ്രാക്കളെ ആ ലോഫ്റ്റിൻ്റെ, അതായത് എവിടെയാണ് നമ്മൾ പ്രാവിനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തറയിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം മാത്രം പ്രാക്കളെ എടുത്ത് ലോഫ്റ്റിൽ കൊണ്ട് അകത്തിടുക. ഈ പറപ്പിക്കാവുന്ന 2 കുട്ടികളെ എപ്പോഴും പരസ്പരം കാണത്തക്ക ലെവലിൽ മാത്രം ഇടാൻ നോക്കുക, ശ്രമിക്കുക. പരസ്പരം ഇവർ കാണത്തക്ക ലെവലിൽ മാത്രം കുട്ടികളെ ഇടാൻ ശ്രമിക്കുക. വേറൊരു പ്രാവുമായിട്ട് അല്ലെങ്കിൽ കൂട്ടിനകത്ത് ലോഫ്റ്റ്, ഇപ്പോൾ ഷെഡുള്ളവരാണെങ്കിൽ ഷെഡിനകത്ത് കയറിയിട്ട് ഇവർ വീണ്ടും പറന്ന് നടക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും കൊടുക്കരുത്. ചെറിയ അറകളിലാക്കി ചെറിയ കേജുകളിലോട്ട് മാറ്റുക. എന്നാൽ പരസ്പരം ഈ 2 പ്രാവുകൾ ഒരു കൂട്ടിൽ തന്നെ ഇട്ടാലും വേറെ പ്രശ്നം വരില്ല. 3 നെല്ലിയൊക്കെ ആവുന്ന കുഞ്ഞുങ്ങൾ പരസ്പരം കൊത്താനായിട്ട് ചാൻസ് കുറവാണ്. എന്നാലും ഒരു കൂട്ടിലിടുന്നത് അല്ലെങ്കിൽ അടുത്തടുത്ത് കാണുന്ന നെറ്റ് വെച്ച് അറ തിരിച്ച 2 കൂട്ടിലായിട്ട് ഇട്ടാൽ വേറെ പ്രശ്നമില്ല. അങ്ങനെ ഇടുക. അപ്പോൾ ഈ 9 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പ്രാക്കളെ ഹവായി കൂട്ടിലിട്ടിട്ട് അന്ന് വൈകുന്നേരം, രാവിലെ ഇട്ടു, വൈകുന്നേരം നമ്മൾ എടുക്കുന്ന സമയത്ത് കൂട് തുറന്നതിന് ശേഷം 9ാമത്തെ ദിവസം ഇനിയൊന്ന് പറയാനുണ്ട്, പിന്നടിക്കുക പ്രാവിന്. പ്രാവിൻ്റെ 2 ചിറകിലും, അത് എത്ര ടാലൻ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് പിന്നെ തെറിപ്പുള്ള ഒരു കുട്ടിയായിരുന്നാലും 2 ചിറകിലായിട്ട് ഓരോ പിന്ന് വീതം അടിച്ച്, അത് പിന്നടിക്കാൻ അറിയാവുന്നുള്ള അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തവർ അറിയാവുന്ന ആരുടെങ്കിലും ഒന്ന് ജസ്റ്റ് ചോദിക്കുക, അവർ പറഞ്ഞു തരും. പിൻ ചെയ്തതിന് ശേഷം കൂട് തുറന്നു വയ്ക്കുക. പിന്നെ നമ്മൾ കൈ കൊണ്ട് പിടിച്ച് കൂട്ടിനകത്ത് കൊണ്ടിടരുത്. ലാസ്റ്റ് ദിവസം നമ്മൾ പിന്നടിക്കണം. അന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല. നനയ്ക്കാതെ പിന്നടിക്കുക. പിന്നടിച്ചതിന് ശേഷം ഹവായി കൂട് താഴെയാണെങ്കിലും കുറച്ച് മുകളിലാണെങ്കിലും ചിലപ്പോൾ ലോഫ്റ്റിൻ്റെ തൊട്ട് അടുത്തൊക്കെ ആണെങ്കിലും തുറന്നു വയ്ക്കുക. തുറന്നു വെച്ചതിന് ശേഷം 2 വെട്ടുപ്രാക്കളെ ഇടുക. ജസ്റ്റ് കുറച്ച് എന്തെങ്കിലും ഒരു ഫുഡ് താഴെ കൊത്തിപ്പറക്കാൻ വെട്ടുപ്രാക്കൾക്ക് കൊത്തി കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ആ ഒരു 2 പ്രാക്കളെ ഇട്ടെടുക്കുമ്പോൾ അതിൻ്റെ മെമ്മറിയിൽ ആ ഒരു 2 പ്രാവ് കാണുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഇറങ്ങാനുള്ള നേരമായി, കൂട്ടി കയറാനുള്ള നേരമായി എന്നുള്ളത് പ്രാവിൻ്റെ മെമ്മറിയിലോട്ട് നമ്മൾ പതിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് നോട്ട് ചെയ്യും. ആ ടൈം നമ്മൾ എന്ത് ചെയ്യും, വാതിൽ തുറന്നു വെച്ച് കൊടുക്കണം. 9 ദിവസം കഴിഞ്ഞതിന് ശേഷം 9ാമത്തെ ദിവസം മുതൽ പിന്നടിച്ച് 8 ദിവസം അതേപോലെ ചെയ്യുക, നേരത്തെ പറഞ്ഞ പ്രകാരം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം 9ൻ്റെ അന്ന് പിന്നടിച്ചിടുക. അതിനുശേഷം വാതിൽ തുറന്നു വയ്ക്കുക. നമ്മൾ കൈ കൊണ്ട് പിടിക്കരുത്. കൈ കൊണ്ട് പിടിച്ച് ലോഫ്റ്റിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഡോർ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. പ്രാക്കൾ ചിലപ്പം കുറച്ച് തുറന്ന് വെച്ചിട്ട് വെട്ടുപ്രാക്കളെ ഇടാവും. വെട്ടുപ്രാക്കളെ ഇട്ടിട്ട് വേണമെങ്കിലും തുറന്നു വയ്ക്കാം. അപ്പോൾ ഇവർ താനെ ഇടിച്ച് പറന്ന് പോകാതിരിക്കാനായിട്ടാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രാവുകൾ ഈ നെറ്റിൻ കൂടി നിന്ന് നേരെ താഴോട്ട് ലോഫ്റ്റിൻ്റെ, അതായത് പ്രാവ് തറയിൽ ചവിട്ടും. അങ്ങനെ ഇത് നിരന്തരമായിട്ട് നമ്മൾ 2 ദിവസം, പിന്നെ ഈ ഫുള്ള് നമ്മൾ വെയിൽ കൊടുക്കുമ്പോൾ 2 ദിവസം റെസ്റ്റ് കൊടുക്കുക. വീണ്ടും ഫുള്ള് വെയിലത്തിടുക. വെള്ളം തന്നെ ആയിരിക്കണം കൊടുക്കാനുള്ളത്, വേറെ ഫുഡൊന്നും കൊടുക്കണ്ട. അപ്പം വീണ്ടും പ്രാവ് നെറ്റും കൂടി നിന്ന് നമ്മൾ വൈകുന്നേരം ആകുമ്പം തുറന്നു വയ്ക്കുക. വൈകുന്നേരം എന്ന് പറയുമ്പോൾ 5 മണിക്ക് ശേഷമായിരിക്കണം. ആദ്യം മുതലേ നമ്മൾ രാവിലെ 1 മണിക്കൂർ ഇടവിട്ട് ആ ടൈം നമ്മൾ എപ്പോഴൊക്കെയാണ് ഓരോ മണിക്കൂർ കഴിഞ്ഞ് വെയിൽ കൊണ്ടതിന് ശേഷം വെട്ടുപ്രാക്കളിട്ട് നമ്മൾ എടുത്തുകൊണ്ട് ലോഫ്റ്റിൽ കയറ്റുന്ന പോലെ പിന്നെ ഫുൾ ടൈം വെയിൽ കൊണ്ടതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവർ തുറന്നു വയ്ക്കുക. താനെ ഇറങ്ങി കൊത്തി തിന്നുമ്പോൾ നമ്മൾ ഉടനെ തന്നെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ലോഫ്റ്റിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് മാറി നിൽക്കും. അത് ഇറങ്ങിയതിന് ശേഷം ഉടനെ പിടിച്ച് ലോഫ്റ്റിലോട്ട് കയറ്റരുത്. ഒന്ന് നൈസായിട്ട് നമ്മൾ ആ ലോഫ്റ്റിൽ പ്രാവിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് നടക്കുക. പ്രാവിന് നമ്മളുമായിട്ടുള്ള ഒരു പേടി മാറ്റിയെടുക്കണം. അത് ഒരു 3-4 ദിവസം അല്ലെ 5 ദിവസമൊക്കെ ഇങ്ങനെ നൈസായിട്ട് അതിനെ പിടിക്കാതെ നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് പതുക്കെ തട്ടി നൈസായിട്ട് ലോഫ്റ്റിനകത്ത് കയറ്റുക, ഡോർ അടയ്ക്കുക, എന്നിട്ട് പിടിച്ച് കൂട്ടി കയറ്റുക. ഇത് ഒരു 5 ദിവസത്തോളം ഇങ്ങനെ
സ്ഥിരം ഇത് തന്നെ ചെയ്യുക. 2 ദിവസം റെസ്റ്റ്. ഈ 5 ദിവസം അടുത്തടുത്ത ദിവസം വരില്ല. 2 ദിവസം റെസ്റ്റ് കൊടുക്കുമ്പോഴേ, ഇപ്പോൾ ഇന്ന് പിന്നടിച്ച് നമ്മൾ പ്രാവ് താനെ ഇറങ്ങി കൊത്തി തിന്നാൽ നാളെ ഇനി 2 ദിവസം റെസ്റ്റാണ്. നാളെയും മറ്റന്നാളും റെസ്റ്റ്. അത് കഴിഞ്ഞ് വീണ്ടും നനച്ച് രാവിലെ തന്നെ ഇടുക. വൈകുന്നേരം വീണ്ടും ഇതേപോലെ 2 വെട്ടുപ്രാക്കളെ താഴെത്തിട്ടതിന് ശേഷം ഹവായി കൂട് തുറന്നു വയ്ക്കുക. അത് പതുക്കെ താഴേക്ക് ചാടും. അപ്പോൾ നമ്മളിതുപോലെ ഉടനെ തന്നെ പിടിച്ച് കയറ്റാതെ ഒരു 5 മിനിറ്റൊക്കെ പതുക്കെ നമ്മൾ തന്നെ ഷെഡിൻ്റെ ഫ്രണ്ടിൽ പ്രാവിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമ്മളുമായിട്ടുള്ള ഒരു പേടി കുഞ്ഞന്മാർക്ക് മാറിക്കിട്ടും. അപ്പോഴവർ ധൈര്യമായിട്ട് പിന്നെ ഇപ്പോൾ ഇറങ്ങിയാലും അല്ലെങ്കിൽ പറന്ന് ഇറങ്ങാനോ അങ്ങനെ ആ തറയുമായിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു ഇണക്കം വരും. അതിനാണ് നമ്മൾ ഇതിനെ താഴെ ചാടിച്ച് പിന്നെ അവിടെ കൊത്തി പറക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ശ്രമം, ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രാവ് നോട്ട് ചെയ്ത് അത് ഫീഡ് ചെയ്ത് അതിൻ്റെ മെമ്മറിയിൽ അത് നോട്ടാവും. പിന്നെ അത് കറക്റ്റായിട്ട് നൈസായിട്ട് പതുക്കെ മെല്ലെ മെല്ലെ തട്ടി ലോഫ്റ്റിൻ്റെ വാതിൽ, ഇപ്പോൾ ടെറസിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാതിൽ തുറന്നു വയ്ക്കുക, ഷെഡിനകത്തോട്ട് കയറ്റുക. പിടിച്ച് ഷെഡിനകത്ത് നിന്ന് പിന്നെ പുറത്ത് പോകില്ലല്ലോ, അപ്പം പിടിച്ച് അതിൻ്റെ ലോഫ്റ്റിലിടുക. പിന്നെ ഫുഡ് കൊടുക്കുക. ഇങ്ങനെ തുടർന്നതിന് ശേഷം ഇത് നോർമലായിട്ട് നമുക്ക് മനസ്സിലാവും, പ്രാവ് കുഴപ്പമില്ല, പേടിയില്ലാതെ നമ്മൾ 2 വെട്ടുപ്രാക്കളെ ഇട്ട് ഇറക്കുമ്പോൾ അത് ചാടി കൂട്ടിൽ നിന്ന് ചാടി താഴെ വരുന്നു. ചെറുതായിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് അടുത്ത് ഷെഡിനകത്തേക്ക് കയറ്റി നമ്മൾ പിടിച്ചടയ്ക്കുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ആയെന്ന് കരുതിയതിന് ശേഷം അതൊരു 2 ദിവസം ഗ്യാപ്പിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം എത്ര പേടിയുള്ള പ്രാവുകൾ ആ ഒരു ഇതുമായിട്ട് ഇണങ്ങി കിട്ടും. ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം പ്രാവുകൾ എന്ത് ചെയ്യുക, രാവിലെ ഫുള്ള് നനയ്ക്കുക. ഫുള്ള് നനച്ചിട്ട് പിന്നെ അഴിച്ചതിന് ശേഷം അപ്പോൾ 5 ദിവസം പിന്നെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും. 5 ദിവസമല്ല, ഏകദേശം ഒരു 5 ഈ ഗ്യാപ്പ് കൊടുത്തിട്ട് പറഞ്ഞാൽ ഒരു 5 ദിവസം പിന്നെ അതിൽ കിടന്നുകൊണ്ട് വേറെ കുഴപ്പമില്ല. എന്നതിന് ശേഷം നമ്മൾ പിന്നെ റിലീസ് ചെയ്യുക. പ്രാവിനെ ഫുള്ള് നനച്ചിട്ട് നമ്മൾ വെക്കുന്ന നെറ്റിംഗ് കൂടിൻ്റെ പുറത്ത്, അതായത് എന്നും പ്രാവുകളെ നനച്ചിടുന്ന നെറ്റ് കൂടിൻ്റെ പുറത്ത് പ്രാവിനെ ഫ്രീ ആയിട്ട് പതുക്കെ വയ്ക്കുക, ഫുള്ള് നനയ്ക്കുക. അപ്പോൾ എഴിച്ച് പറക്കാനുള്ള ടെൻഡൻസി കാണിക്കൂല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ നനച്ച് നമ്മൾ ഹവായി കൂടിൻ്റെ പുറത്ത് വെക്കുന്ന പ്രാക്കളുടെ അടുത്ത് നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പുറത്ത് പോകണം എന്ന് അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ പകരം വേറൊരു സുഹൃത്തിനെ നമ്മളവിടെ ആക്കുക. കാരണം ഇവർക്ക് പറക്കാൻ പറ്റൂല. അപ്പം പൂച്ചയോ പരുന്തോ അങ്ങനെയുള്ള വൈദ്യോ എന്തെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാകാനായിട്ടാണ് അവിടെ നിന്ന് മാറാൻ പാടില്ല. അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് ഉണങ്ങും. ഈ ഹവായി കൂടിൻ്റെ പുറത്ത് നനഞ്ഞിരിക്കുന്ന പ്രാവ് കുറേ അതിന് പറക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ കുറേ സമയം ഇരുന്നിരുന്ന് ആ ഏരിയയൊക്കെ നോക്കിയിട്ട് താനെ ചിലപ്പം ചില പ്രാവുകൾ താനെ എഴിച്ച് ഒരു കറക്കം കറങ്ങിയിട്ട് ഇറങ്ങും. ചിലത് പറന്ന് പോവും, പ്രശ്നമില്ല. കറക്റ്റായിട്ട് മെമ്മറിയുള്ള പ്രാവുകൾ കറക്റ്റായിട്ട് തിരിച്ച് റിട്ടേൺ വരും. അതിനുശേഷം വൈകുന്നേരം ഇതേപോലെ പതുക്കെ തീറ്റയിട്ട് 2 വെട്ടുപ്രാവുകളെ ഇട്ട്, അഥവാ അന്ന് മൊത്തം പറന്നില്ല അതിൻ്റെ മുകളിൽ ഇരുന്നാലും പ്രശ്നമില്ല, വൈകിട്ട് 2 വെട്ടുപ്രാവുകളെ ഇടുക. കുറച്ച് തീറ്റ ജസ്റ്റ് വന്നിട്ട് പതുക്കെ കാണിക്കുമ്പോൾ ഒരു താഴെ വരും, അപ്പോഴും പതുക്കെ തട്ടി ഷെഡി കയറ്റുക. ഇങ്ങനെ ഒരു 2-3 ദിവസം ഇടവിട്ട് 2-3 ദിവസം ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്തായാലും ഓടിപ്പോയി പിടിക്കരുത് പ്രാവിനെ. പിടിക്കുമ്പോൾ അതഴിച്ച് പറക്കും. അങ്ങനെ വിരണ്ട് പറക്കുന്ന പ്രാവുകൾ ഒരു പക്ഷേ ചിലപ്പോൾ മാറി ചവിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള ഹൈറ്റ് കയറി പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിരട്ടി പിടിക്കാതിരിക്കുക, സിമ്പിളായിട്ട് ഇറക്കുക. പറന്ന പ്രാവുകൾ പറന്നോട്ടെ, കുഴപ്പമില്ല, അത് പറന്നിട്ട് കറക്റ്റായിട്ട് വരും. അതിൻ്റെ മെമ്മറി പോലെ ഇരിക്കുക, ആ ലൈനേജ് എങ്ങനെയാണ് എന്നുള്ളതിനെ പുറത്ത് കറക്റ്റായിട്ട് പ്രാവ് റിട്ടേൺ ഇറങ്ങി വരുന്നതാണ്. ശേഷം ഈ പറഞ്ഞ വിധത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം അങ്ങനെ കൊടുക്കുക. പിന്നീട് നമ്മൾ പ്രാവിനെ എടുത്ത് രാവിലെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ടൈം, പ്രാവ് പറപ്പിക്കാനുള്ള ടൈമാണ് ഇപ്പോൾ എല്ലാവർക്കും ഇല്ലാത്തത്. നല്ല പ്രാവുകൾ എല്ലാവരും ലോഫ്റ്റിലും ഉണ്ട്. ഒരു പഞ്ചായത്തിൽ കൊള്ളിക്കാൻ ഒരുപക്ഷെ നിന്ന് അവർക്ക് പറത്താനുള്ള ഒരു സമയം ഉണ്ടാവില്ല. വർക്കും കാര്യങ്ങളായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നവർക്ക് ഇപ്പം കണ്ടിന്യൂ പ്രാവിൻ്റെ അടുത്ത് നിന്ന് ട്രെയിനിങ് കൊടുക്കാനോ അങ്ങനെയുള്ള പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ലോഫ്റ്റിലുള്ളവർക്ക് സമയത്തിന് പന്തയം പറക്കാനുള്ള പ്രാവും ഉണ്ടായിട്ടും അവർക്ക് അത് ടൂർണമെൻറ്റിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നും പന്തയം ഇടാത്ത ഒരുപാട് ലോഫ്റ്റുകാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സമയം അനുസരിച്ച് രാവിലെ ഒരു 8 മണിക്കൊക്കെ പ്രാവിനെ, അല്ലെങ്കിൽ ഒരു 7-7:30-8 മണിക്ക് ജസ്റ്റ് വെയിൽ കുറഞ്ഞ സമയത്തൊന്ന് പറത്തുക.
പറത്തിയിട്ട് പ്രാവുകളെ മാക്സിമം ഒരു 2-3 ചുറ്റുമ്പോൾ തന്നെ നമ്മൾ വെട്ടുപ്രാക്കളെ ഇടുക. ചില പ്രാവുകൾ ചിലപ്പോൾ ചവിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം നിൽക്കും, എന്നാലും പ്രശ്നമില്ല. വെട്ടുപ്രാക്കളെ ഇട്ട് നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒന്ന് നൈസായിട്ട് ഒന്ന് വിരട്ടി അത് കണ്ട് പ്രാവ് ചവിട്ടിയില്ല, ഒരു പക്ഷേ മാറി ചവിട്ടിയിരുന്നാലും പ്രശ്നമില്ല. അടുത്തടുത്ത 1-2 പറവുകളിലായിട്ട് പ്രാവുകൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ച നെറ്റിംഗ് കൂടിൻ്റെ പുറത്ത് തന്നെ വരും. ശേഷം ഇനി അത് വന്നിരിക്കട്ടെ, വന്ന് വീണ്ടും ഇറക്കി വൈകുന്നേരമോ അല്ലെങ്കിൽ ഈ രാവിലെ പറത്തുമ്പോൾ വന്നിറങ്ങിയ പ്രാക്കളെ പിടിക്കാനോ ഇതാക്കാനോ നമ്മളതിനെ വിരട്ടി വീണ്ടും പറത്തി വിടാനോ പാടില്ല. വന്ന് വിട്ട് അതേപോലെ തീറ്റ വല്ല ഇട്ട് ജസ്റ്റ് ഒന്ന് മോടിണങ്ങി ഒരു അലപ്പലച്ച് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പ്രാവുകളെ ലോഫ്റ്റിലോട്ട് അകത്തോട്ട് പതുക്കെ അനക്കി വിരട്ടാതെ പതുക്കെ കയറ്റി അതിനെ കൂട്ടിലാക്കുക. ഇനി നമ്മൾ ഈ പറവ ഇത്രയും ചുറ്റിച്ച് അലപ്പൊക്കെ കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് ഇറക്കിയ പ്രാവുകളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സ്റ്റേജ് നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് 2 പ്രാവിനെയും ഓരോ പൈലറ്റ് പ്രാവ് എന്ന് പറയും, ഡ്രൈവർ പ്രാവ് എന്ന് പറയും. അതായത് നമ്മളെ ലോഫ്റ്റിൽ വലിയ ഹൈറ്റിലോ അല്ലെങ്കിൽ ഒരുപാട് ദൂരമൊന്നും വലിഞ്ഞ് പോവാത്ത ഏതെങ്കിലും ഒരു മെയിൽ പ്രാവോ അല്ലെങ്കിൽ ഫീമെയിൽ പ്രാവോ ഏതെങ്കിലും ഒരു പ്രാവ്, വലിയ പറവയൊന്നും പറക്കാത്ത ഒരു പ്രാവിൻ്റെ കൂട്ടത്ത് ഇതിനെ ജസ്റ്റ് ഒന്ന് പറത്തി വിടുക. ആദ്യം പറത്തേണ്ടത് നമ്മളെ ലോഫ്റ്റിൽ നേരത്തെ പറന്നിട്ടുള്ള പ്രാവിനെ ഫസ്റ്റ് പറത്തുക. രണ്ടാമത്തെ തൊട്ട് ബാക്കിൽ നിന്ന്, ഇപ്പോൾ വലത് കൈയിലാണ് നമ്മളെ ലോഫ്റ്റിൽ സ്ഥിരം പറക്കുന്ന പ്രാവ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം പറത്തിയിട്ട് രണ്ടാമതിനെ പറത്തുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഒരു കറങ്ങിയിട്ട് ഇറങ്ങിയില്ലെങ്കിലും അതിൻ്റെ കൂടെ നിന്ന് വേറെ പ്രശ്നമില്ല. അത് നമ്മളെ ലോഫ്റ്റിൽ തന്നെ പക്ക ചവിട്ടുന്ന ഒരു പ്രാവായിരിക്കണം. ഈ പൈലറ്റ് പ്രാവായിട്ട് വിടുന്ന പ്രാവ് ഒരിക്കലും വേറൊരു തെങ്ങിലോ അല്ലെങ്കിൽ അപ്പുറത്തെ ബിൽഡിങ്ങിലോ വേറെ ഒരിടത്ത് പോയി ഇറങ്ങാത്ത ഒരു പ്രാവായിട്ട് പ്രാവിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. വേറെ ഒരിടത്ത് പോയി ഇറങ്ങുന്ന പ്രാവിനെ അങ്ങനെയുള്ള പ്രാവേ ഉള്ളൂ എങ്കിൽ മാക്സിമം അതിനെ വിടാതിരിക്കുക. ഈ കുഞ്ഞന്മാരെ മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഒന്ന് ചുറ്റിച്ചിറക്കുക. മാറി ചവിട്ടി കഴിഞ്ഞാൽ ചില പ്രാവുകൾ ഒറ്റച്ചവിട്ട് പ്രാവുകളായിരിക്കും. ഒറ്റച്ചവിട്ട് പ്രാവ് എന്ന് പറയുമ്പോൾ ആദ്യം ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും അത് കറക്റ്റായിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അവിടെ ഇറങ്ങിയാൽ പിന്നെ ആ പ്രാവ് ഒരിക്കലും വേറൊരു സ്ഥലത്ത് ഇറങ്ങാൻ ചാൻസ് ഇല്ല. അവിടെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ അത് പിന്നീട് ലോഫ്റ്റിലോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവിൻ്റെ മൈൻഡിനെ അങ്ങോട്ട് മാറ്റാതിരിക്കാനാണ് മാക്സിമം നമ്മൾ ലോഫ്റ്റിൽ ചവിട്ടുന്ന സ്ഥലത്ത് ചവിട്ടുന്ന പ്രാവിൻ്റെ കൂടെ തന്നെ ഒന്നിനെ പറത്തി ഇറക്കുക. 2 ചിക്സിനെ ഒരിക്കലും ഒരുമിച്ച് മാക്സിമം പറത്താതിരിക്കുക. എക്സ്പീരിയൻസ് ഉള്ളവർ 2 കുഞ്ഞും 3 5 കുഞ്ഞൊക്കെ ഒരുമിച്ച് പറത്തലുണ്ട്. അത് കാര്യം അവർക്ക് അതിൻ്റെ പേരും കാര്യങ്ങളും, ആ കുട്ടി എത്രത്തോളം പറക്കും, എങ്ങനെ ചുറ്റി ഇറങ്ങും എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാമെന്നുള്ളവരായിരിക്കും. അവർ 5ഉം 3ഉം 4ഉം ഒക്കെ പറത്തും. അത് കണ്ടുകൊണ്ട് ആദ്യമായിട്ട് പറപ്പിക്കുന്നവരോ ഒരിക്കലും അതിന് നിൽക്കരുത്. കാര്യം പലതും പല വാക്കിനൊക്കെ പോകും. പിന്നെ ചിലപ്പോൾ ഒന്ന് വരും, ചിലപ്പോൾ ഒന്ന് വേറെ എവിടെയെങ്കിലും പോകും, മാറി ചോട്ടും. ഒരു കുഞ്ഞ് വേറെ ഒരിടത്ത് പോയിരിക്കുമ്പോൾ അടുത്തൊരു കുഞ്ഞുകൂടെ അതിൻ്റെ കൂടെ പോയിരിക്കും. അപ്പം അങ്ങനെയുള്ളത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഓരോ കുഞ്ഞു വീതം ചുറ്റിച്ചിറക്കുക. ഇപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ ചുറ്റിച്ചു, പിറ്റേ ദിവസം മാത്രം മറ്റേ കുഞ്ഞിനെ ഇതേപോലെ അതിൻ്റെ കൂടെ ചുറ്റിച്ചിറക്കുക. ഇത് കണ്ടിന്യൂ ഒരു 2-3-4 ദിവസം ആ പ്രാവിൻ്റെ കൂടെ തന്നെ ഒന്ന് ജസ്റ്റ് പറത്തിയിട്ട് ഇറക്കി ശീലിക്കുക. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 വെട്ടുപ്രാവുകളെ വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പ്രാവുകളെ ഇറക്കി ലോഫ്റ്റിലോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. വെട്ടുപ്രാവുകളെ ഇട്ടതിന് ശേഷം ആ 2 വെട്ടുപ്രാവുകളെ കാണിച്ച് ഇറക്കി കൂട്ടിനകത്ത് കയറ്റിയതിന് ശേഷം അടുത്ത ദിവസം ഇനി ഒരു കുഞ്ഞിനെ, അങ്ങനെ 2 കുഞ്ഞിനെയും ഒരു 3-4 പ്രാവശ്യം ഈ പ്രാക്കളെ കൂടെ ഒന്ന് പറത്തിയെടുക്കുക. അപ്പോൾ ഈ പറക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടിലുണ്ടായിരുന്ന പറന്ന പ്രാവിൻ്റെ കൂടെയാണ് പറത്തുന്നത്. ആ പ്രാവ് ചിലപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂർ നിന്നാലും ഇത് അതിൻ്റെ കൂടെ പറന്നാലും കുഴപ്പമൊന്നുമില്ല. ആ പ്രാവുകൾ ഇപ്പോൾ ചിലപ്പോൾ ഇത് ആദ്യം ഇറങ്ങും, ചിലപ്പോൾ അത് രണ്ടാമത് ഇറങ്ങും, വലിയ പ്രാവ് രണ്ടാമത് ഇറങ്ങും. അങ്ങനെ എന്തായാലും പ്രശ്നമില്ല. പറവയിലായി കഴിഞ്ഞ് അത്യാവശ്യം ഒരു തെങ്ങ് 2 തെങ്ങിൻ്റെയൊക്കെ മുകളിലൊക്കെ ഒന്ന് വലിഞ്ഞൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എന്നിട്ട് കറക്റ്റായിട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുവിധം ആദ്യത്തെ ഒരു സ്റ്റേജ് വലിയ കുഴപ്പമില്ലാതെ ഫിനിഷ് ചെയ്തെന്ന് നമുക്ക് കരുതാം. ചിലപ്പോൾ പ്രാവുകൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പ്രാവുകൾ തിരിച്ചു വരും. അങ്ങനെ വരുന്ന പ്രാവുകൾ പക്ക നമുക്ക് വിശ്വസിക്കാം, പിന്നെ അവരെ ധൈര്യമായിട്ട് പറത്താം. വലിയ വരുന്നതൊന്നും എടുത്തില്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പറത്തിയാലും അവർ തിരിച്ചു വരും. അതേസമയം അന്നന്ന് ഇറങ്ങുന്ന പ്രാവ് ചിലപ്പോൾ വീണ്ടും വലിഞ്ഞു പോകുമ്പോൾ മിസ്സാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആദ്യം വലിഞ്ഞു പോയി മിസ്സാവുന്ന പ്രാവുകൾ പല സ്ഥലങ്ങളിലും അലിഞ്ഞ് തിരിഞ്ഞിട്ടായിരിക്കും വീണ്ടും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രാവുകൾ കറക്റ്റായിട്ട് ഒരുപാട് ഏരിയകളൊക്കെ അത് മനസ്സിലാക്കി കണ്ടുപിടിച്ച് കൂടെത്തുന്ന പ്രാവുകൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ആ പ്രാവുകൾ എന്തായാലും നമ്മളെ ലോഫ്റ്റിൽ കറക്റ്റായിട്ട് എത്തും, നമുക്ക് ധൈര്യമായിട്ട് അതിനെ പറത്താം. അപ്പോൾ ഇങ്ങനെ 2 പ്രാക്കളെ നമ്മൾ ഇതുപോലെ
പൈലറ്റ് പ്രാക്കളെ കൂടെ വിട്ട് ചുറ്റിച്ച് കറക്റ്റ് ചെയ്ത് ഇറക്കിയതിന് ശേഷം ഈ 2 പ്രാവിനെയും രാവിലെ ഒരുമിച്ച് വറുത്തുക. അപ്പോൾ ഇത് ഏകദേശം ഒരു ഞാൻ പറഞ്ഞ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് പൈലറ്റ് പ്രാക്കളെ കൂടെ ചുറ്റിച്ചിറക്കിയതിന് ശേഷം രണ്ടും ക്ലിയർ ആയെന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ 2 കുഞ്ഞന്മാരെയും ഒരുമിച്ച് തന്നെ പറത്തുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം സെറ്റ് പിടിക്കാതെ പറക്കും, ചിലപ്പോൾ സെറ്റ് പിടിച്ചും പറക്കാം. അങ്ങനെ എങ്ങനെയായിരുന്നാലും ഇവർ പറന്ന് 2-3 പറവാകുമ്പോഴത്തേക്ക് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിക്കോളും. ഒരു 60-70% പ്രാവുകളും അങ്ങനെ സെറ്റാവും. ചില പ്രാവുകൾ സെറ്റ് പിടിക്കില്ല. തനി പറവയിലുള്ള പ്രാവുകൾ ഒറ്റയ്ക്ക് തന്നെ പറക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അതിൽ ഒരു പ്രാവാണ് ഒറ്റയ്ക്ക് പറക്കുന്നതെങ്കിൽ തൊട്ടടുത്ത പേരിൻ്റെ പ്രാവായിരിക്കും, അല്ലെങ്കിൽ ഒരു പേരിൻ്റെ തന്നെ 2 കുഞ്ഞന്മാരായിരിക്കും. അത് തൊട്ട് ബാക്കിൽ നിന്ന് ഒന്നിനെ ഫോളോ ചെയ്ത് അത് പൊയ്ക്കോളും. അങ്ങനെ പോയില്ലെങ്കിൽ വേറെ കുഴപ്പമില്ല. അത് 2 തരത്തിൽ പറഞ്ഞാലും കണ്ടിന്യൂ നമ്മളെ കറക്റ്റായിട്ട് മോട്ടിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. വിട്ട് കൊടുത്ത് ഓവർ പറപ്പിക്കാതെ, ഇപ്പോൾ ഓവർ പറക്കാനുള്ള കഴിവുള്ള ഒരു പ്രാവായിരുന്നാലും നമ്മൾ ഓവർ പറപ്പിക്കാതെ തന്നെ മാക്സിമം അവരെ വിട്ടുകൊടുത്ത് ഇറക്കി ശീലിക്കുക. പ്രാവിനെ പറവ നമ്മൾ പഠിപ്പിക്കേണ്ട. പ്രാവ് കറക്റ്റായിട്ട് പറക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇരുത്തം പ്രാവിനെ പഠിപ്പിച്ച് തന്നെ ആവണം. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യത്തെ റിസ്ക്. ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പ്രാവ് ഒരുപാട് പറക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പ്രാവിനെ കറക്റ്റ് ലൈനേജുള്ള പ്രാവുകൾ കറക്റ്റായിട്ട് പറക്കും. പക്ഷെ ആ പ്രാവുകളെ ഇരുത്തം നമ്മൾ ഓരോ ദിവസം കറക്റ്റായിട്ട് നമ്മളെ ഒരു ഫാൾട്ട് വരാൻ പാടില്ല. ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരു ട്രെയിനർ കറക്റ്റായിട്ട് ആ പ്രാവിൻ്റെ ഇരുത്തം മാക്സിമം ശ്രദ്ധിക്കണം. ആ പ്രാവിനെ വെട്ടുപ്രാവുകളെ കാണിച്ച് തന്നെ ഇറക്കി ഇരുത്തിയാൽ ഇനിയൊരു കാര്യം ഇമ്പോർട്ടൻ്റ്, ശത്രീരെ മുകളിലിരിക്കുന്ന പ്രാവാണെങ്കിൽ, സ്റ്റാൻഡിൻ്റെ മുകളിൽ ചവിട്ടി ശീലിച്ച പ്രാവാണെങ്കിൽ ഒരിക്കലും പ്രാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നാലും പ്രാവുകളെ അതിൻ്റെ മുകളിൽ തന്നെ ഇരുത്തി ശീലിപ്പിക്കാതിരിക്കുക. പ്രാവുകളെ ഒരു 2 പ്രാവ് ഇട്ടിട്ട് പ്രാവ് ഇറങ്ങിയില്ലെങ്കിൽ വീണ്ടും വെട്ടുപ്രാക്കളെ 1-2 ഇട്ട് കുറച്ച് ഫുഡൊക്കെ ഇട്ട് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് പ്രാവുകളെ ഇറക്കണ ഓരോരുത്തരുടെ കഴിവാണ്. അതിനെ മാക്സിമം ചില പ്രാവുകൾ 2-3 പ്രാവ് കാണുമ്പോൾ ഒരു 80% പ്രാവുകൾ ഇറങ്ങി വരാറുണ്ട്. ഒരുപക്ഷെ ചില പേരുകളുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആദ്യം മുതലേ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മളത് ശീലിപ്പിച്ച് ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പറവയ്ക്ക് അത് കറക്റ്റായിട്ട് ഇറങ്ങി ലോഫ്റ്റിൽ താഴെ വരും. അന്നേരം പതുക്കെ വരട്ടാതെ അത് ലോഫ്റ്റിൽ കയറ്റുക. ഒരു 3 മണിക്കൂർ പകൽ നമ്മൾ 8 മണിക്കോ അല്ലെങ്കിൽ 8-9 മണിക്ക് പറവ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂർ പക്ക നമ്മളെ വെട്ടിന് പ്രാവ് ഇറങ്ങി, അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറായപ്പോൾ നമ്മൾ വെട്ടിട്ടു, 3 മണിക്കൂറായപ്പോൾ പ്രാവ് ഇറങ്ങി, അല്ലെങ്കിൽ വെട്ടിട്ട ഉടനെ തന്നെ ഓരോ പ്രാവിൻ്റെ മൈൻഡാണ്. നമ്മൾ ആദ്യം മുതലേ ശീലിച്ച് വരുന്നതിൻ്റെ ഒരു ഇതനുസരിച്ച് പ്രാവുകൾ വെട്ട് കാണുമ്പോൾ ഇറങ്ങി ശീലിച്ചത് കൊണ്ട് വെട്ടിടുമ്പോൾ പ്രാവുകൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ചില പ്രാവുകൾ നിരന്തരമായി നമ്മളിങ്ങനെ പറവ കൊടുത്ത് വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വെട്ട് കണ്ടാലും കുറച്ച് സമയം കൂടെ നിന്ന് പറന്നിട്ട് ഇറങ്ങുള്ളൂ. അതിൽ വേറെ പ്രശ്നമില്ല. പറന്നിട്ട് അവർ ഇറങ്ങിയതിന് ശേഷം ഒരു 3 മണിക്കൂർ കറക്റ്റായിട്ട് ഒരു 3-3.5 മണിക്കൂർ ആയതിനു ശേഷം ഫസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റേജാണ്. നമ്മൾ മാക്സിമം പ്രാവിന് എന്ത് ചെയ്യുക, ഒരു വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ പ്രാവുകളെ പറത്തുക. ടൈമുള്ളവർ മാക്സിമം പക്ക ട്രെയിൻ ചെയ്യിച്ച് എടുക്കണമെന്ന് നിർബന്ധമുള്ളവർ 3 മണിയാകുമ്പോൾ വൈകുന്നേരം 3 മണിക്ക് പ്രാവുകളെ പറത്തുക. ഈ വൈകുന്നേരം 3 മണിക്ക് പറത്തുമ്പോൾ 2 പ്രാവുകളെയും അതേപോലെ വെള്ളം കൊടുത്ത് തന്നെ പറത്താൻ ശ്രമിക്കുക. വെള്ളം കൊടുക്കാതെ പ്രാവുകളെ പറത്താതിരിക്കുക. പറത്തിയതിന് ശേഷം ഈ വെള്ളം കൊടുത്ത് തന്നെ പറത്തണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, വൈകുന്നേരം ആയാലും ഒരു പക്ഷേ പ്രാവ് മിസ്സായി കഴിഞ്ഞാലും പിറ്റേ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ക്ഷീണിക്കാതിരിക്കാനായിട്ടാണ്. വെള്ളം കൊടുത്തതിന് ശേഷം പ്രാവുകളെ ഈ 3 മണിക്ക് പറത്തിയ പ്രാവുകൾ കറക്റ്റായിട്ട് പറന്ന്, ഇപ്പോൾ 3 മണിക്ക് നമ്മൾ പറത്തി കഴിഞ്ഞാൽ 3, 4, 5, 6 3 മണിയാകുമ്പോൾ 6 മണിയാവും. കറക്റ്റ് ഈ 6 മണിക്ക് പ്രാക്കളെ 2 വെട്ടുപ്രാക്കളെ വിട്ട് 6 മണിയാകുമ്പോൾ തന്നെ കൂടുതൽ കയറ്റാൻ നിൽക്കരുത്. 6 മണിയാകുമ്പോൾ പ്രാവുകൾക്ക് വെട്ട് കൊടുക്കുക, പ്രാവുകളെ ഇറക്കുക. ഇത് കണ്ടിന്യൂ നമ്മൾ ഒരു 3-4 ദിവസം ഓരോ ദിവസം റെസ്റ്റ് ഇട്ട് നിരന്തരം പറത്തണ്ട. ഇന്ന് പറത്തി കഴിഞ്ഞാൽ നാളെ പറത്തണ്ട, അടുത്ത ദിവസം പറത്തിയാൽ മതി. അങ്ങനെ ഒരു 3 മണിക്ക് വിട്ട് 6 മണിക്ക് കറക്റ്റായിട്ട് പ്രാവിനെ ഇരുത്തി ശീലിക്കുക. പ്രാവ് നല്ല പറവയിലോട്ടായി ഫോമായി ഈ 3 മണിക്കൂർ നീറ്റായിട്ട് പറന്നതിന് ശേഷം അടുത്ത ഈ ടൈം നമ്മൾ മാറ്റിയിട്ട് പ്രാവുകളെ ഒരു 4 മണിക്ക് വിടുക. 4 മണിക്ക് വിട്ട് 6:30 ആ ഒരു ടൈമിലോട്ട് അല്പം ഒരു 1/2 മണിക്കൂർ മാറ്റി
ഇരുട്ട് കുറച്ച്, അതായത് വൈകുന്നേരമായി ഇങ്ങനെ സൂര്യാസ്തമയ സമയം അങ്ങനെ വരുന്നതിനനുസരിച്ച് ഈ 4 മണിക്ക് വിട്ട് അങ്ങനെ ഒരു 2-3 പറവ കൊടുക്കുക. ഈ വൈകുന്നേരം ഇറക്കുന്ന പറവ എത്ര കൂടിയിരുന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഈ 6-6:30 ഇറക്കുന്ന പ്രാവിന് 6:30, 6:35, 40 ഇങ്ങനെ പതിയെ നമ്മൾ ഈ 4 മണിക്ക് തന്നെ വിടുക. 5, 6 2 മണിക്കൂർ പറന്നാൽ മതി. അതിൻ്റെ കൂടുതൽ പറന്നാലും കുഴപ്പമില്ല. പക്ഷേ പ്രാവുകൾ വെട്ട് കാണിക്കുക. ലോഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും നല്ലൊരു ലൈറ്റ് താഴോട്ട് ഫോക്കസ് ചെയ്ത് വയ്ക്കുക. താഴോട്ടെന്ന് പറഞ്ഞാൽ വലിയ 200 വാട്ട്സ് എന്നല്ല, ഒരു 50 വാട്ട്സ് ആയിരുന്നാലും മതി. മുകളിലോട്ട് പ്രകാശം അടിക്കാതെ ലോഫ്റ്റിൻ്റെ ഷെഡിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ എവിടെയാണ് പ്രാവ് ഇറക്കുന്ന ആ സ്ഥലത്ത് കറക്റ്റായിട്ട് ഒരു ലൈറ്റ് താഴോട്ട് അടിച്ച് വയ്ക്കുക. അപ്പോൾ പ്രാവ് അഥവാ ഒരു അല്പം ഇരുട്ട്, ഒരു 7 മണിയൊക്കെ ആയി അല്ലെങ്കിൽ 7:15 എന്നാലും പ്രാവിന് ലോഫ്റ്റ് കണ്ട് നിന്ന് പറന്നിട്ട് താഴെ ഇറങ്ങാനുള്ള ഒരു എളുപ്പമായിട്ട് ഇറങ്ങാം. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ കാണാതെ ഒന്നും ഇറങ്ങണ്ട എന്നുള്ള ലെവലാണ് താഴത്ത് ലൈറ്റ് അടിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ ഇറക്കി ശീലിക്കുക. ഒരു 6:30, 6:45, 7 മണി വരെ ഈ 4 മണി തന്നെ കൊടുക്കുക. ഇത് സ്ഥിരം കണ്ടിന്യൂ ചെയ്യുക. മാക്സിമം ഒരു 4, 5, 6 പറവ അങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം പ്രാവ് 4 മണിക്ക് വിട്ടാൽ കറക്റ്റ് നമ്മളെ വെട്ടിന് അത് ഇറങ്ങി ഓക്കെ ആണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രം പ്രാവിന് ടൈം കയറ്റാൻ പാടുള്ളൂ. ഓരോരുത്തർ 1-2 പറവ കൊടുത്തിട്ട് വീണ്ടും ടൈം ഇറക്കും പ്രാവ് ചിട്ടായിട്ട് ആ ടൈമിന് പതിയില്ല. അതിൻ്റെ മെമ്മറിയിൽ ആ ടൈം കറക്റ്റായിട്ട് പതിഞ്ഞ് എന്ന് വരില്ല. അപ്പോഴും പ്രാവ് വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഒരു 3 മണിയിൽ നിന്ന് വീണ്ടും ഒരു 2 മണിയിലോട്ട് പ്രാവിനെ വിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം ഒരു 5:30 ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതില്ല, ആ പതിപ്പിക്കുക. മാക്സിമം പ്രാവിനെ ടൈമിലോട്ട് പതിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ടൈം ഇറക്കാൻ പാടുള്ളൂ. ഏകദേശം ഒരു 6-7 മണിക്കൂർ, അതായത് പിന്നെ നമ്മൾ ഈ 6:30, 7 മണിക്കൊക്കെ സീറ്റിംഗ് ആക്കി പ്രാവുകൾ ഇറക്കി കഴിഞ്ഞാൽ നൈറ്റ് പറക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്രാവുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 7, 7:30 മണി അങ്ങനെ അങ്ങോട്ട് അൺലിമിറ്റഡ് ലൈനേജ് പ്രാവുകളൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കയറി ഇറങ്ങും. അപ്പോൾ ലൈറ്റ് ഫോക്കസ് ലൈറ്റ് വെച്ചിട്ടുള്ളവർ അതാണ് അനുസരിച്ച് വൈകുന്നേരം പ്രാവിനെ ഇറക്കുമ്പോഴേ ഒന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കുക. 5 മണിക്ക് വെറുതെ ഒന്ന് ലൈറ്റ് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഓണാക്കി ഇടുക. ആ ഒരു പ്രകാശം കണ്ട് പേടി മാറാനായിട്ടാണ്. പ്രാവ് നൈറ്റ് പറപ്പിച്ചില്ലെങ്കിലും ആ ഒരു ലൈറ്റ് പെട്ടെന്ന് നമ്മളിപ്പോൾ നൈറ്റ് കയറിയ പ്രാവിന് ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രാവ് കൺഫേം ചില പ്രാവുകൾ തെറിക്കാൻ ചാൻസ് ഉണ്ട്. പ്രാവ് വരും, ആ സമയത്ത് ചവിട്ടില്ല, പേടിച്ചിട്ട് ആ ലൈറ്റിൻ്റെ പ്രകാശം കണ്ട് പേടിച്ചിട്ട് ചവിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ലൈറ്റ് പകൽ സമയത്ത് തന്നെ, അത് വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ 5 അല്ല 5:30, 6 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഒരു 10-20 മിനിറ്റ് ലൈറ്റ് ഇട്ട് ശീലിക്കുക. എന്നതിന് ശേഷം ഈ ടൈം പിന്നെ പ്രാവിനെ ഇറക്കി ശീലിക്കുക. വൈകുന്നേരം കറക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ട്, വേറെ കുഴപ്പമില്ല, വെട്ട് പ്രാക്കളെ ഇടുമ്പോൾ പ്രാവുകൾ ഇറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് കൺഫേം ആയതിനു ശേഷം മാത്രം ഈ 3 മണി അല്ലെങ്കിൽ നമ്മൾ 4 മണിക്ക് വിട്ട് പ്രാവുകളെ പിന്നെ 3 മണിയിലോട്ടാക്കുക. ഓരോ മണിക്കൂർ ഇടവിട്ട് ടൈം ഇറക്കുക. ഇന്നിപ്പോൾ 1 മണിക്കൂറാക്കി, ഇന്ന് 4 മണിക്ക് വിട്ടുകൊണ്ടിരുന്ന പ്രാവിനെ 3 മണിക്കാക്കി. അപ്പോൾ നാളെ റെസ്റ്റാണ് പ്രാവിന്. ഈ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മാക്സിമം 1 മണിക്കൂർ വെയിൽ ഒളിപ്പിക്കുക. 1-2 മണിക്കൂർ വെയിൽ കൊടുത്തിട്ട് തന്നെ കൂട്ടിലോട്ടിടുന്ന ബെറ്റർ. ഇറക്കുന്നത് വൈകുന്നേരം 7 മണിക്കോ 7 മണി കഴിഞ്ഞതിന് ശേഷം മാത്രം വിട്ടിട്ട് പ്രാവുകളെ ഇറക്കുക. ഇത് ഒരേ സമയം തന്നെ നമ്മൾ പ്രാവുകളെ ഇറക്കുക. ഇറക്കുന്ന സമയം എപ്പോഴും നമ്മളെ ടൈം പന്തായ ടൈമിൻ്റെ ആ ഒരു 7, 6:55 7 ഇങ്ങനെയുള്ള ടൈം, അല്ലെങ്കിൽ 7:10, 7:15 ഇങ്ങനെയൊക്കെ ഉള്ള ടൈമിന് വിട്ടിട്ട് പ്രാവുകളെ ഇറക്കി ശീലിക്കുക. അങ്ങനെ പക്ക കൺഫേമായി പക്ക പ്രാവുകൾ ആ ഒരു സമയത്ത് ഇറങ്ങി കിട്ടുന്നു എന്ന് വരുന്നതിന് ശേഷം പതുക്കെ ടൈം മാറ്റുക. ടൈം മാറ്റി ഈ 3 ആക്കുക, 3 2 ആക്കുക. റെസ്റ്റ് എപ്പോഴും കൊടുക്കണം, നിരന്തരം പറപ്പിക്കരുത്. റെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ പ്രാവുകളെ പറപ്പിക്കാവൂ. 2 മണിയാക്കുക, 2 മണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1 മണിയാക്കുക, 12 മണി പറവ കൊടുക്കുക. 12 മണി പറവ കൊടുത്ത് പ്രാവുകളെ കറക്റ്റ് സീറ്റിംഗ് ആക്കി വീണ്ടും വൈകുന്നേരം കൊണ്ട് ഇറക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി. എന്നാലും അടുത്ത വീഡിയോയിൽ ബാക്കി 12 മണി പറവ മുതലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് 2 കുഞ്ഞുങ്ങളെ ചിട്ടയോടുകൂടി പറത്തി ഇറക്കുന്നതിനെ കുറിച്ചാണ്. മാക്സിമം ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ലോക്കലി ചെയ്തു നോക്കുക. ഇതിൽ കറക്റ്റായിട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടുത്തിനി 12 മണിക്ക് ശേഷമുള്ള പറവ എങ്ങനെയാണ്, എത്ര റെസ്റ്റ് നമുക്ക് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.